CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടിപൂരം ആഘോഷിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 35ഓളം ഗജവീരന്മാർ അണിനിരന്നു. വൈകിട്ട് കാവടി, തെയ്യം തുടങ്ങി നാടൻ കലാരൂപങ്ങളും ക്ഷേത്രത്തിലെത്തി. വിവാഹ തിരക്കിലമർന്ന് ഗുരുഭവനപുരി 248 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയത്. പുലർച്ചെ 5 മുതലാണ് താലുകെട്ട് ആരംഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് ഭണ്ഡാരവരവ്. കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി 7,50,2241 രൂപയാണ് ലഭിച്ചത്. അക്ഷരശ്ലോക വിദഗ്ധനും ഭാഷാപണ്ഡിതനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയുടെ പ്രകാശനം നടന്നു. ചെറവല്ലൂർ ആമയത്ത് കാർ സൈക്കിളിലിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കല്ലൂർമ പേരോത്തയിൽ 72 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. വടക്കേകാട് ഷമീർ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുയോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. മറ്റം നമ്പഴിക്കാട് സെബസ്ത്യാനോസിന്റെ ദേവാലയത്തിലെ തിരുനാളിനെ കൊടിയേറി. ജനുവരി 25, 26, 27 തീയതികളിലായാണ് തിരുനാളാഘോഷം. പുന്നയൂർ എരിഞ്ഞിപ്പടി പാടശേഖരങ്ങളിൽ വിളവെടുപ്പിന് ഏതാനും ദിവസം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ നെല്ലുകൾ ഒടിഞ്ഞു വീണു. ഊക്കയിൽ മുജീബ് കൃഷി ചെയ്തിരുന്ന എരിഞ്ഞിപ്പടി കൽവെട്ടിന് വടക്കുഭാഗത്തുള്ള പാടശേഖരങ്ങളിലെ നെല്ലാണ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണത്. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം സാംസ്കാരിക കലാമേഖലകളിലും ശ്രദ്ധയൂന്നിക്കൊണ്ട് കടങ്ങോട് പഞ്ചായത്ത് നടപ്പിലാക്കിയ നൃത്തപഠന വിദ്യാലയത്തിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ 28 കലാകാരികൾ അരങ്ങേറ്റം കുറിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ശതാബ്ദി തിരുനാളിനും ഇടവക സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമായി. ഇതോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സംഗമം നടത്തി. ആളൂർ ഇടവക ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടന്നു. പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ കാർമ്മികത്വം വഹിച്ചു. വെള്ളാറ്റഞ്ഞൂർ ഗ്രാമീണ വായനശാലയുടെ പുതുവത്സര സൗഹൃദ സംഗമം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ഞൂർ പിള്ളക്കാട് റോഡിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് 2 പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരായ പിള്ളക്കാട് സ്വദേശി പൂങ്ങാട്ട് വീട്ടിൽ അഷറഫ്, തൊഴിയൂർ സ്വദേശി പാവൂക്കര വീട്ടിൽ അബൂബക്കർ എന്നിവർക്കാണ് പരിക്കേറ്റത്. വേലൂർ തണ്ടിലം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ അന്തോണീസിന്റെയും യൗസഫിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനെ കൊടികയറി. ജനുവരി 25, 26, 27 തീയതികളിലായാണ് തിരുനാളാഘോഷം. കുന്നംകുളം നഗരസഭ പട്ടികജാതി വികസന ഓഫീസിന്റെ ആഭിമുഖ്യത്തിലുള്ള സാമൂഹ്യ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലാമത്സരങ്ങളും ശാസ്ത്രാവബോധ ക്ലാസുകളും നടത്തി. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവിയറിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാഘോഷം വർണ്ണാഭമായി. ചാവക്കാട് നഗരസഭയുടെ 4 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തിറക്കി. NK അക്ബർ MLA വീഡിയോ പ്രകാശനം ചെയ്തു. ചിറമനങ്ങാട് കുറിഞ്ചൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ നടന്നു. ക്ഷേത്രമേൽശാന്തി രാമസ്വാമി അയ്യർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.